കഴിഞ്ഞ ക്ലാസ്സിൽ നമ്പർ സിസ്റ്റങ്ങളെക്കുറിച്ചും ഒരു നമ്പർ സിസ്റ്റത്തിൽ നിന്ന് മറ്റൊരു നമ്പർ സിസ്റ്റത്തിലേക്കുള്ള മാറ്റത്തെക്കുറിച്ചുമാണ് പറഞ്ഞത്. പ്രധാനമായിട്ടും 4 നമ്പർ സിസ്റ്റങ്ങളാണുള്ളത്. ഡെസിമൽ നമ്പർ സിസ്റ്റം, ഒക്ടാൽ നമ്പർ സിസ്റ്റം, ബൈനറി നമ്പർ സിസ്റ്റം, ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം. പിന്നീട് ഈ ഓരോ നമ്പർ സിസ്റ്റത്തിൻ്റെയും പ്രത്യേകതകളെക്കുറിച്ച് പറഞ്ഞു. അതുപോലെ തന്നെ ഡെസിമലിൽ നിന്ന് ബൈനറിയിലേക്കുള്ള മാറ്റം, ഡെസിമലിൽ നിന്ന് ഒക്ടാലിലേക്കുള്ള മാറ്റം, ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ നിന്ന് ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റത്തിലേക്കുള്ള മാറ്റം, തിരിച്ച് ബൈനറിയിൽ നിന്ന് ഡെസിമലിലേക്കും ഒക്ടാലിൽ നിന്ന് ഡെസിമലിലേക്കും ഹെക്സാഡെസിമലിൽ നിന്ന് ഡെസിമൽ നമ്പർ സിസ്റ്റങ്ങളിലേക്കുള്ള മാറ്റം, ഈ കാര്യങ്ങളൊക്കെയാണ് കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തത്. ഇന്ന് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസത്തെ അവസാന ടോപ്പിക് എന്ന് പറയുന്നത് ഒക്ടൽ ടു ബൈനറി കൺവേർഷൻ ആയിരുന്നു. ഇനി നേരെ തിരിച്ചുള്ള കൺവേർഷനെ കുറിച്ചാണ് പറയുന്നത്. ദാറ്റ് ഈസ് ബൈനറി ടു ഒക്ടാൽ കൺവേർഷൻ. ഒരു ബൈനറി നമ്പറിൽ നിന്ന് തുല്യമായിട്ടുള്ള ഒക്ടാൽ നമ്പർ എങ്ങനെ കണ്ടുപിടിക്കാം, അതിനുള്ള മെത്തേഡാണ് പറയുന്നത്. ബേസ് 2 നമ്പർ സിസ്റ്റത്തിൽ നിന്ന് ബേസ് 8 നമ്പർ സിസ്റ്റത്തിലേക്കുള്ള മാറ്റം എങ്ങനെയാണെന്നാണ് പറയുന്നത്. ഒരു ബൈനറി നമ്പർ തന്നാൽ അതിൽ നിന്നും ഒക്ടാൽ നമ്പർ എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് നോക്കാം. ആദ്യമായിട്ട് ഇവിടെ നിങ്ങൾ തന്നിരിക്കുന്ന ഒരു ബൈനറി നമ്പറിന് തുല്യമായിട്ടുള്ള ഒക്ടാൽ നമ്പർ കണ്ടുപിടിക്കാൻ തന്നിരിക്കുന്ന ബൈനറി നമ്പറിനെ വലത്തേ അറ്റത്ത് നിന്ന്, അതായത് എൽ എസ് ബിയിൽ തുടങ്ങി, എപ്പോഴും വലത്തേ അറ്റത്ത് നിന്ന് തുടങ്ങണം. അതായത് LSBയിൽ തുടങ്ങി ഇടത്തോട്ട് 3 ബിറ്റുകളുള്ള ഗ്രൂപ്പായി തിരിക്കുക. അപ്പോൾ 3 ബിറ്റ് വലത്ത് ഭാഗത്തു നിന്ന് തുടങ്ങുക, എണ്ണുക 1 2 3, 3 എണ്ണമായി ഒരു വര ഇവിടെ ഇടുക. അതിനുശേഷം അടുത്ത 3 എണ്ണം 1, എപ്പോഴും വലത്തുനിന്ന് ഇടത്തോട്ടാണ് കൗണ്ട് ചെയ്യേണ്ടത്. 1 2 3 അടുത്ത ഗ്രൂപ്പ്, അതിനുശേഷം അടുത്ത ഗ്രൂപ്പ് 1 2 3, ഇങ്ങനെ 3 ബിറ്റാകുമ്പോൾ ഒരു ഗ്രൂപ്പായിട്ട് കണക്കാക്കും. ഇങ്ങനെ തന്നിരിക്കുന്ന ബൈനറി ഓരോ ബൈനറി നമ്പറിനെ വലത്ത് ഭാഗത്തു നിന്നും ഇടത്ത് ഭാഗത്തേക്ക് 3 ബിറ്റുകളുടെ ഒരു ഗ്രൂപ്പാക്കി തിരിക്കുക. അപ്പോൾ ഇവിടെ ചെയ്യേണ്ടത്, ബൈനറി ടു ഒക്ടൽ കൺവേർഷൻ നടത്താൻ ചെയ്യേണ്ടത്, തന്നിരിക്കുന്ന ബൈനറി നമ്പറിനെ 3 ബിറ്റുകളുടെ ഒരു ഗ്രൂപ്പായി തിരിക്കുക. ഗ്രൂപ്പ് തിരിക്കുമ്പോൾ വലത്ത് ഭാഗത്തു നിന്നും തുടങ്ങി ഇടത്ത് ഭാഗത്തേക്കാണ് ഗ്രൂപ്പിംഗ് ചെയ്യേണ്ടത്. ഇടത്തു നിന്ന് തുടങ്ങി വലത്തോട്ട് ഗ്രൂപ്പിംഗ് ചെയ്യരുത്. അപ്പോൾ ഒരു ബൈനറി നമ്പർ ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു ഇറ്റ്സ് ഒക്ടൽ ഇക്വലൻറ്റ് ബൈ ഗ്രൂപ്പിംഗ് ബൈനറി ഡിജിറ്റ്സ് ടു ഗ്രൂപ്പ് ഓഫ് 3 ബിറ്റ്സ് ആൻഡ് ദെൻ ഈച്ച് ഗ്രൂപ്പ് ഈസ് കൺവേർട്ടഡ് ടു ഇറ്റ്സ് ഒക്ടൽ ഇക്വലൻറ്റ്. ഇതാണ് ബൈനറി ഒക്ടലാക്കി മാറ്റാനുള്ള മെത്തേഡ്. തന്നിരിക്കുന്ന ബൈനറി നമ്പറിലെ 3 ബിറ്റുകളുടെ ഗ്രൂപ്പാക്കി തിരിക്കുക. വലത്തുനിന്ന് ഇടത്തോട്ട് തിരിക്കുമ്പോൾ വലത്തുനിന്ന് ഇടത്തോട്ട് എന്ന ക്രമത്തിൽ വേണം ഗ്രൂപ്പ് തിരിക്കാൻ. അതിനുശേഷം ഓരോ 3 ബിറ്റിനും തുല്യമായിട്ടുള്ള, ഓരോ ഗ്രൂപ്പിലും 3 ബിറ്റുകൾ ഉണ്ടായിരിക്കും. ഓരോ ഗ്രൂപ്പിലെയും 3 ബിറ്റുകൾക്ക് തുല്യമായിട്ടുള്ള 3 ബിറ്റ് ബൈനറി നമ്പറാണ് ഒരു ഗ്രൂപ്പ്. ആ ഓരോ 3 ബിറ്റ് ഗ്രൂപ്പിലെയും 3 അക്ക ബൈനറി നമ്പറിന് തുല്യമായിട്ടുള്ള ഒക്ടാൽ ഡിജിറ്റ് അതിന് താഴെ എഴുതുക. ഓരോ ഗ്രൂപ്പിനും താഴെ, ഓരോ 3 അക്ക ബൈനറി നമ്പറിനും താഴെ അതിന് തുല്യമായിട്ടുള്ള ഒക്ടാൽ അക്കം എഴുതുക. അതിനുശേഷം ഈ ഒക്ടാൽ അക്കങ്ങളെല്ലാം ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ ബൈനറിക്ക് തുല്യമായിട്ടുള്ള ഒക്ടാൽ നമ്പർ ലഭിക്കും. ഇതാണ് മെത്തേഡ്, ബൈനറി ടു ഒക്ടാൽ കൺവേർഷൻ മെത്തേഡ്. അപ്പോൾ ആദ്യം തന്നിരിക്കുന്ന ബൈനറി നമ്പറിനെ 3 ബിറ്റുകളുടെ ഗ്രൂപ്പായി സ്പ്ലിറ്റ് ചെയ്യുക, വേർതിരിക്കുക. സ്പ്ലിറ്റ് ചെയ്ത് നിങ്ങൾ വലത്ത് ഭാഗത്തു നിന്ന് തുടങ്ങണം ഗ്രൂപ്പിംഗ്. സോ ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നു, നോക്കുക. 1011001111 ഈ ബൈനറി നമ്പറിന് തുല്യമായിട്ടുള്ള ഒക്ടാൽ നമ്പർ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്നാണ് ബൈനറി ടു ഒക്ടാൽ കൺവേർഷൻ. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നേരത്തെ പറഞ്ഞ പോലെ തന്നിരിക്കുന്ന ബൈനറി നമ്പറിനെ ഏറ്റവും വലത്തെ അറ്റത്ത് നിന്ന് തുടങ്ങി, ദാറ്റ് ഈസ് LSBയിൽ തുടങ്ങി MSDയിലോട്ട് എന്ന ക്രമത്തിൽ, MSD 1 ആണ്, LSB ഈ 1 ആണ്. അപ്പോൾ ആദ്യം എപ്പോഴും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് LSBയിലായിരിക്കണം, ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റിലായിരിക്കണം, ഡിജിറ്റല്ല ബിറ്റ്. LSBയിൽ തുടങ്ങി MSBയിൽ എന്ന ക്രമത്തിലാണ് ഗ്രൂപ്പിംഗ് ചെയ്യേണ്ടത്. അപ്പോൾ LSB ആയിട്ടുള്ള 1ൽ തുടങ്ങി 3 ഇടത്തോട്ട് 3 ബിറ്റുകൾ എണ്ണുക. 3 ബിറ്റുകളായി കഴിഞ്ഞാൽ ഒരു വരയോ മറ്റോ വരച്ച് ഇവിടെ ഒരു ഗ്രൂപ്പാക്കി തിരിക്കുക. അപ്പോൾ 1 2 3 ഒരു ഗ്രൂപ്പായി ഇവിടെ ഒരു വര വരയ്ക്കാം. അടുത്തത് 1 2 3 3 ബിറ്റുകളായാൽ ഒരു ഗ്രൂപ്പാക്കി നമുക്കതിനെ മാറ്റാം. അങ്ങനെ ഇവിടെ മൊത്തം 3 ഗ്രൂപ്പുകളുണ്ട്. അല്ലെങ്കിൽ 3 ബിറ്റ് 3 അക്ക ബൈനറി നമ്പറുകൾ കിട്ടും.
ഈ 3 അക്ക ബൈനറികൾ ചേർന്നതാണ് ഈ ഒക്ടാൽ നമ്പർ. 3 അക്ക ബൈനറി നമ്പറുകൾ ചേർന്നതാണ് ഈ ഒക്ടാൽ നമ്പർ. ഇനി ഈ 3 ബിറ്റുകളുടെ ഗ്രൂപ്പാക്കി തിരിച്ചതിന് ശേഷം ഇതിൽ ചിലപ്പോൾ ചില സമയങ്ങളിൽ ചില ബൈനറി നമ്പറുകളിൽ എപ്പോഴും നമ്മൾ 3 ബിറ്റ് മിക്കവാറും അത് ഈ ഇടത്തെ അറ്റത്തുള്ള ഗ്രൂപ്പിലാണ് വരിക. ഇടത്തെ അറ്റത്തെ ഗ്രൂപ്പിൽ 3 ബിറ്റ് തികയാതെ വരും. 1 ബിറ്റോ 2 ബിറ്റോ ഉള്ളുവെങ്കിൽ അവിടെ ഇടത്തു ഭാഗത്ത് നമ്മൾ ആവശ്യമുള്ളത്ര 0 ആഡ് ചെയ്ത് അതിനെ 3 ബിറ്റിലേക്ക് മാറ്റുക. അതായത് ഇപ്പോൾ ഇവിടെ ഒരു 0-1 എന്ന് മാത്രമേ ഉള്ളുവെങ്കിൽ ഇവിടെ ഒരു 0 കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് അതിനെ 3 ബിറ്റാക്കും. എന്തായാലും 3 ബിറ്റുകളുടെ ആക്കിയാലാണ് അതൊരു ഗ്രൂപ്പാക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഇത് മെത്തേഡ് വളരെ എളുപ്പത്തിലുള്ളതാണ്. തന്ന ബൈനറി നമ്പറിനെ ഒരിക്കൽ കൂടി പറയാം. 3 ബിറ്റുകളുടെ ഗ്രൂപ്പ് തിരിക്കുക. വലത്ത് ഭാഗത്ത് തുടങ്ങി ഇടത്തോട്ട് എന്ന ക്രമത്തിൽ 3 ബിറ്റുകളാകുമ്പോൾ ഒരു വര ഇടയ്ക്ക് വരച്ച് അവയെ സ്പ്ലിറ്റ് ചെയ്യുക. 3 ബിറ്റ് ആവുന്നില്ലെങ്കിൽ എത്ര ബിറ്റാണോ ഉള്ളത് അതിൻ്റെ കൂടെ ആവശ്യമുള്ളത്ര 3 ആക്കാൻ വേണ്ട അത്രയും 0 ആഡ് ചെയ്ത് 3 ബിറ്റിലേക്ക് മാറ്റുക. ഇപ്പോൾ ഇവിടെ 0 ആഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. കാരണം ഇവിടെ ഈ തന്നിരിക്കുന്ന ബൈനറി നമ്പർ ഒരു 9 ബിറ്റുകളുള്ള ബൈനറി നമ്പറാണ്. 9 അപ്പോൾ 9 3ൻ്റെ മൾട്ടിപ്പിളാണ്, ഗുണിതമാണ്. അതുകൊണ്ട് തന്നെ അതിനാവശ്യമില്ല. 9 3ൻ്റെ ഗുണിതമല്ലാത്ത അത്രയും അക്കങ്ങളുള്ള 7, 8, 5, 4 തുടങ്ങിയ അത്രയും ബിറ്റുകളാണ് ഒരു ബൈനറി നമ്പറിൽ ഉള്ളതെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അവിടെ ഇടത്ത് ഭാഗത്ത് 0 ആഡ് ചെയ്യേണ്ടി വരും. ഗ്രൂപ്പ് തിരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. ഗ്രൂപ്പ് തിരിക്കുമ്പോൾ നമ്മൾ 3 ബിറ്റുകളായി കഴിഞ്ഞൊരു ഗ്രൂപ്പാക്കുക. വലത്ത് ഭാഗത്ത് തുടങ്ങി ഇടത്തോട്ട് എന്നൊക്കെ. അതിനുശേഷം ഓരോ 3 ബിറ്റിൻ്റെ ഈ ഗ്രൂപ്പ് തിരിച്ച് കഴിഞ്ഞതിന് ശേഷം തന്നിരിക്കുന്ന ബൈനറി നമ്പറിനെ 3 ബിറ്റുകളുടെ ഗ്രൂപ്പുകളാക്കി തിരിച്ചതിന് ശേഷം ഇതുപോലെ 3 ബിറ്റുകളുടെ 3 ഗ്രൂപ്പുകളാക്കി തിരിച്ചതിന് ശേഷം 2 3 എത്ര ഗ്രൂപ്പുകളാണോ ഉള്ളത് അത്രയും ഗ്രൂപ്പുകളാക്കി തിരിച്ചതിന് ശേഷം ഓരോ 3 ബിറ്റ് ബൈനറി നമ്പറിനും ഓരോ ഗ്രൂപ്പും ഒരു 3 ബിറ്റ് 3 അക്ക ബൈനറി നമ്പറാണ്. ഓരോ 3 അക്ക ബൈനറി നമ്പറിനും അല്ലെങ്കിൽ ഓരോ ഗ്രൂപ്പിനും തുല്യമായിട്ടുള്ള ഒക്ടാൽ ഡിജിറ്റ് 4-to-1 കോഡ് ഉപയോഗിച്ച് എഴുതുക. നേരത്തെ നിങ്ങൾ ഒക്ടാൽ ടു ബൈനറി കൺവേർഷനിൽ 4-to-1 കോഡ് പഠിച്ചു. അതേ 4-to-1 കോഡ് തന്നെയാണ് ഇവിടെ ബൈനറി ടു ഒക്ടാൽ കൺവേർഷനിൽ നമുക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ 4-to-1 കോഡ് ഉപയോഗിച്ച് ഓരോ 3 ബിറ്റിന് മുകളിലും 4-to-1 എന്ന് എഴുതുക. കിട്ടിയ 3 ഗ്രൂപ്പിൽ ഓരോ ഗ്രൂപ്പിന് മുകളിലും 4-to-1 എന്ന് എഴുതുക. ഇടത്തുനിന്ന് വലത്തോട്ട് 4-to-1 421 421 എന്ന് എഴുതുക. അപ്പോൾ ഇതിന് മുകളിൽ 421 എഴുതിയാൽ ഇവിടെ 421 എന്ന് എഴുതുക. ഇവിടെ 421. അപ്പോൾ ഈ 421ൽ 4ഉം 2ഉം 1നും താഴെ 1ആണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം അത് ഏതാണ്? 4 + 2 + 1 എന്ന നമ്പറാണ്, ഒക്ടാൽ ഡിജിറ്റാണ്. ദാറ്റ് ഈസ് 4ഉം 2ഉം 1ഉം പങ്കെടുക്കുന്ന നമ്പർ. ദാറ്റ് ഈസ് 4ഉം 2ഉം 1 കൂട്ടിയാൽ 7. അപ്പോൾ 7 എന്ന ഒക്ടാൽ ഡിജിറ്റിൻ്റെ ബൈനറിയാണ് ഈ 3 അക്ക ബൈനറിയാണിത്. ഇനി അതുപോലെ ഈ 100 എന്ന 3 അക്ക ബൈനറിയുടെ ഒക്ടാൽ ഡിജിറ്റ് കാണാൻ വീണ്ടും 4-to-1 421ൽ 4 ഉണ്ട്, 2 ഇല്ല, 2ന് താഴെ 0, 1ന് താഴെ 0, അതായത് 2ഉം 1ഉം പങ്കെടുക്കുന്നില്ല. അപ്പോൾ 4 എന്ന ഒക്ടാൽ ഡിജിറ്റാണ്, അതിൻ്റെ ബൈനറിയാണ് ഈ തന്നിട്ടുള്ളത്, 3 അക്ക ബൈനറി. അതുപോലെ 101 എന്ന ഗ്രൂപ്പിൻ്റെ ഒക്ടാൽ ഡിജിറ്റ്, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒക്ടാൽ ഡിജിറ്റ് വീണ്ടും 421 എന്ന കോഡ് വെച്ച് 4 2 1 എന്ന കോഡ് വെച്ച് 4ഉം 2 പങ്കെടുക്കുക, 2ന് താഴെ 0, അപ്പോൾ 2 പങ്കെടുക്കുന്നില്ല, 4ഉം 1ഉം മാത്രം ചേരുന്നൊരു സംഖ്യ, അത് 4ഉം 1ഉം ചേർന്നാൽ 5. ഈ വിധത്തിൽ നമുക്ക് ഓരോ ഗ്രൂപ്പാക്കി തിരിച്ച് 3 ബിറ്റ് ബൈനറി ഗ്രൂപ്പാക്കി തിരിച്ച് തന്നിരിക്കുന്ന ബൈനറി നമ്പറിനെ 3 ബിറ്റുകളുടെ ഗ്രൂപ്പാക്കി വേർതിരിച്ചതിന് ശേഷം ആ ഓരോ ഗ്രൂപ്പിനെയും തുല്യമായിട്ടുള്ള 4-to-1 കോഡിൻ്റെ സഹായത്തോടു കൂടി 421 കോഡിൻ്റെ സഹായത്തോടു കൂടി വേർതിരിച്ച ഓരോ 3 ബിറ്റ് ഗ്രൂപ്പുകൾക്കും തുല്യമായിട്ടുള്ള ഒക്ടാൽ ഡിജിറ്റ് എഴുതുക. അതിനുശേഷം ഈ ഒക്ടാൽ ഡിജിറ്റുകളെല്ലാം ചേർത്ത് വയ്ക്കുക. ഇവിടെ 547. അപ്പോൾ ഇതാണ് 1011001111 എന്ന ബൈനറി നമ്പറിന് തുല്യമായിട്ടുള്ള ഒക്ടാൽ നമ്പർ. ഇങ്ങനെ ഏത് ബൈനറി നമ്പറിനും തുല്യമായിട്ടുള്ള ഒക്ടാൽ നമ്പർ കണ്ടെത്താൻ കഴിയും. ഇനി ഒരു ബൈനറി ഫ്രാക്ഷന് തുല്യമായിട്ടുള്ള ഒക്ടാൽ ഫ്രാക്ഷൻ കണ്ടെത്തുന്നത് എങ്ങനെ നോക്കാം. ബൈനറി ഫ്രാക്ഷൻ തന്നു കഴിഞ്ഞാൽ ബൈനറി ഫ്രാക്ഷൻ ചോദ്യം, ഇത്തരത്തിലുള്ള ചോദ്യങ്ങളിൽ നിങ്ങൾ ചെയ്യേണ്ടത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ 3 ബിറ്റുകളുടെ ഗ്രൂപ്പാക്കി തിരിക്കുക തന്നിരിക്കുന്ന ബൈനറി നമ്പറിനെ. അപ്പോൾ ഗ്രൂപ്പിംഗ് ശ്രദ്ധിക്കണം. പോയിൻ്റ് ഉണ്ടെങ്കിൽ പോയിൻറ്റിന് മുൻപ് വലത്തുനിന്ന് ഇടത്തോട്ട് ആണ് ഗ്രൂപ്പിംഗ് ചെയ്യേണ്ടത്. പോയിൻറ്റിന് ശേഷം ഇടത്തുനിന്ന് വലത്തോട്ടും.
ഇവിടെ കാണിച്ചിട്ടുണ്ട് ആരോ. പോയിൻറ്റിന് മുൻപ് വലത്തുനിന്ന് ഇടത്തോട്ടാണ് ഗ്രൂപ്പിംഗ്, പോയിൻറ്റിന് ശേഷം ഇടത്തുനിന്ന് വലത്തോട്ടും. അപ്പോൾ തന്നിരിക്കുന്ന ബൈനറി നമ്പറിലെ പോയിൻറ്റിന് മുൻപുള്ള ഭാഗം, അതായത് ഇൻറ്റിജർ പാർട്ടിനെ വലത്തു നിന്നും ഇടത്തോട്ട് എന്ന ക്രമത്തിൽ 3 ബിറ്റുകളുടെ ഗ്രൂപ്പാക്കി തിരിക്കുക. ഇവിടെ വലത്തുനിന്ന് ഇടത്തോട്ട്, പോയിൻറ്റിന് മുൻപ് വലത്തുനിന്ന് ഇടത്തോട്ട് ആദ്യത്തെ 3 ബിറ്റുകൾ ഒരു ഗ്രൂപ്പ് ആണ് ഇവിടെ 1 1 1. പിന്നീട് വരുന്ന 3 ബിറ്റുകൾ 1 1 1, അതൊരു ഗ്രൂപ്പ്, അവിടെ ഒരു വര വരച്ചു. അടുത്തത് 1 0 ഉള്ളൂ അതിൻ്റെ കൂടെ, അപ്പോൾ 2 ബിറ്റേ ഉള്ളൂ. 2 ബിറ്റ് വരുമ്പോൾ ഒരു 1 ബിറ്റിൻ്റെ കുറവുണ്ട്, എന്നാലേ 3 ബിറ്റുകൾ ആവുള്ളൂ. അപ്പോൾ ഒരു ബിറ്റിൻ്റെ കുറവ് പരിഹരിക്കാൻ വേണ്ടി ഇവിടെ ഒരു 0 ആഡ് ചെയ്തു. നമുക്ക് 0 എത്ര വേണമെങ്കിലും ലെഫ്റ്റിൽ ആഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഉദ്ദേശം ഇവിടെ 3 ബിറ്റ് ആക്കുക എന്നുള്ളതാണ്. ആക്ച്വലി ഇവിടെ 2 ബിറ്റുകളെ ഉണ്ടായിരുന്നുള്ളൂ, 1 0 മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു 0 നമ്മളിവിടെ ആഡ് ചെയ്തതാണ്, ചേർത്ത് കൊടുത്തതാണ് 3 ബിറ്റാക്കാൻ വേണ്ടി. നമ്മുടെ ഉദ്ദേശം ഈ ഓരോ ഗ്രൂപ്പിലും 3 ബിറ്റുകൾ തികയ്ക്കുക എന്നുള്ളതാണ്. ഉണ്ടെങ്കിൽ ഓൾറെഡി 3 ബിറ്റ് ഉണ്ടെങ്കിൽ ഒന്നും ചെയ്യേണ്ട, ഇല്ലെങ്കിൽ ഇടത്ത് ഭാഗത്ത് ആവശ്യമുള്ളത്ര 0 ആഡ് ചെയ്തതിനെ 3 എണ്ണമാക്കി മാറ്റണം. ഓരോ ഗ്രൂപ്പിലെയും ബിറ്റുകളുടെ എണ്ണം 3 ആക്കി മാറ്റുക എന്നുള്ളതാണ് ചെയ്യുന്നത്. ഇനി ഇങ്ങനെ പോയിൻറ്റിന് ശേഷം ചെയ്തിരിക്കുന്നത് നോക്കുക. ഇടത്തു നിന്ന് വലത്തോട്ട്, പോയിൻറ്റിന് മുൻപ് വലത്തു നിന്ന് ഇടത്തോട്ടാണെങ്കിൽ പോയിൻറ്റിന് ശേഷം ഇടത്തു നിന്ന് വലത്തോട്ട് ആണ് ഗ്രൂപ്പിംഗ് നടത്തേണ്ടത്. ഗ്രൂപ്പ് ചെയ്യേണ്ടത് ഇടത്തു നിന്ന് ആരംഭിച്ച് പോയിൻറ്റിന് ശേഷം ഇടത്തു ഭാഗത്ത് തുടങ്ങി ആദ്യത്തെ 3 ബിറ്റുകളാവുമ്പോൾ ഒരു വര വരച്ച് അതിനൊരു ഗ്രൂപ്പ് തിരിക്കുക. അപ്പോൾ ഇവിടെ 0 1 1 ആദ്യത്തെ ഗ്രൂപ്പായി. അതിനുശേഷം രണ്ടാമത്തെ ഗ്രൂപ്പ്, പോയിൻറ്റിന് ശേഷം 2 ഗ്രൂപ്പുകളുണ്ട്. പക്ഷേ ഇവിടെ ഒന്നാമത്തെ ഗ്രൂപ്പിൽ 3 ബിറ്റുണ്ട്, രണ്ടാമത്തെ ഗ്രൂപ്പിൽ 1 എന്നൊരൊറ്റ ബിറ്റേ ഉള്ളൂ. അപ്പോൾ അതിനെ വീണ്ടും 3 ബിറ്റാക്കണമെങ്കിൽ 2 0 വലത്ത് ഭാഗത്ത്. പോയിൻറ്റിന് മുൻപാണെങ്കിൽ ഇടത്തോട്ട് 0 ആഡ് ചെയ്യാം, പോയിൻറ്റിന് ശേഷം എപ്പോഴും 0 വലത്ത് ഭാഗത്തേക്കാണ് ആഡ് ചെയ്യേണ്ടത്. ആ കാര്യം കൂടെ ശ്രദ്ധിക്കുക. ഇങ്ങനെ വേർതിരിച്ചതിന് ശേഷം, ഗ്രൂപ്പാക്കി മാറ്റിയതിന് ശേഷം, 3 ബിറ്റുകളുടെ ഗ്രൂപ്പാക്കി മാറ്റിയതിന് ശേഷം ഇവിടെ 3 ബിറ്റുകളുടെ 3 അക്ക ബൈനറി 5 3 അക്ക ബൈനറി ഗ്രൂപ്പുകളുണ്ട്. ഇവിടെ 5 ഗ്രൂപ്പുകളാണ് 3. അപ്പോൾ ഇവിടെ ഈ തന്നിരിക്കുന്ന ബൈനറി നമ്പറിനെ 3 ബിറ്റുകളുടെ 5 ഗ്രൂപ്പാക്കി തിരിച്ചിട്ടുണ്ട്. ഗ്രൂപ്പ് 1, ഗ്രൂപ്പ് 2, ഗ്രൂപ്പ് 3, ഗ്രൂപ്പ് 4, ഗ്രൂപ്പ് 5. ഇങ്ങനെ ചെയ്തതിന് ശേഷം ഓരോ 3 ഗ്രൂപ്പുകൾക്കും 3 അക്ക ബൈനറി, കിട്ടിയ ഗ്രൂപ്പിലെ ഓരോ 3 അക്ക ബൈനറി നമ്പറിനും തുല്യമായിട്ടുള്ള ഒക്ടാൽ ഡിജിറ്റ്, അത് 4 to 1 കോഡിൻ്റെ സഹായത്തോടു കൂടി ഇവിടെ എഴുതാവുന്നതാണ്. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത്, ഗ്രൂപ്പ് തിരിച്ചതിന് ശേഷം ഓരോ ഗ്രൂപ്പിനും മുകളിൽ 421 എന്ന് എഴുതുക. ഇവിടെ 421, ഇവിടെ 421, ഇവിടെ 421, ഇവിടെ 421, അതുപോലെ ഇവിടെയും 421. ഇനി ആ 421 എന്ന് എഴുതിയതിന് താഴെ ഏതൊക്കെയാണ് 1 വരുന്നത് 0 വരുന്നത് നോക്കുക. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ 421 4-ന് താഴെ മാത്രമേ 1 വരുന്നുള്ളൂ. അപ്പോൾ 4ആണത് എന്ന് മനസ്സിലാക്കുക, എന്ന് എഴുതുക. ഇനി അതുപോലെ അടുത്ത ഗ്രൂപ്പ് 4-ന് താഴെ 0, 2-ന് താഴെ 1, 1-ന് താഴെ 1. അപ്പോൾ 2ഉം 1ഉമേ പങ്കെടുക്കുന്നുള്ളൂ, അതായത് 3. 2 1 പങ്കെടുത്താൽ 3 ആണ്, 2 1 കൂടിയാൽ 3, 4 അപ്പോൾ 3 എന്ന ഒക്ടാൽ ഡിജിറ്റാണ് ഈ 3 ബിറ്റ് ബൈനറി നമ്പറിന് തുല്യമായിട്ടുള്ള ഒക്ടാൽ ഡിജിറ്റ്. അതിനുശേഷം ഈ 3 അക്ക ബൈനറി നമ്പർ, ഇതിൻ്റെ ഒക്ടാൽ ഡിജിറ്റ് കണ്ടെത്താൻ വീണ്ടും 421 എന്ന് എഴുതുക. 421 4ഉം 2ഉം 1ഉം പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ 4ഉം 2ഉം 1ഉം കൂട്ടിയാൽ 7, 4 2 6 1 7. അപ്പോൾ 7 ആണ് ഈ 3 അക്ക ബൈനറി നമ്പറിന് തുല്യമായിട്ടുള്ള ഒക്ടാൽ ഡിജിറ്റ്. അതുപോലെ ഇതിൻ്റെയും 7 തന്നെയാണ്. ഇതിൻ്റെ ഈ 3 അക്ക അവസാനത്തെ ഇടത്തേ അറ്റത്തുള്ള 3 അക്ക ബൈനറി നമ്പറിന് തുല്യമായിട്ടുള്ള ഒക്ടാൽ ഡിജിറ്റ് വീണ്ടും 4 to 1 കോഡ് ഉപയോഗിച്ച് 4ൻ്റെ സ്ഥാനത്ത് 0 ആണ്, 2ൻ്റെ സ്ഥാനത്ത് 1, അതായത് 2 പങ്കെടുക്കുന്നുണ്ട്. 1ൻ്റെ സ്ഥാനത്ത് 0, 1 പങ്കെടുക്കും. 4ഉം 1ഉം പങ്കെടുക്കുന്നില്ല, 2 പങ്കെടുക്കുന്നുണ്ട്. അതിൻ്റെ അർത്ഥം ഇത് 2 എന്ന ഒക്ടാൽ ഡിജിറ്റാണ്. ഇപ്പോൾ നമുക്ക് എല്ലാ 3 അക്ക ബൈനറി നമ്പറുകൾക്കും തുല്യമായിട്ടുള്ള ഒക്ടാൽ ഡിജിറ്റുകൾ കിട്ടിക്കഴിഞ്ഞു. ഇനി ആ ഒക്ടാൽ ഡിജിറ്റുകളെല്ലാം ചേർത്ത് വയ്ക്കുക. അപ്പോൾ ഇതുപോലെ 277.34 എന്ന ഒക്ടാൽ നമ്പർ. ഇങ്ങനെ ഏത് ബൈനറി നമ്പറിനും തുല്യമായിട്ടുള്ള ഒക്ടാൽ നമ്പർ കണ്ടുപിടിക്കാൻ സാധിക്കും. ഇനി അടുത്തതായിട്ട് പറയുന്നത്, ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ ഒക്ടാൽ ടു ബൈനറി പറഞ്ഞതാണ്, ബൈനറി ടു ഹെക്സാഡെസിമൽ കൺവേർഷനാണ് പറയുന്നത്. ഒരു ബൈനറി നമ്പർ തന്നാൽ അതിൽ നിന്ന് എങ്ങനെ ഹെക്സാഡെസിമൽ നമ്പർ കണ്ടെത്താം. ബേസ് 2 നമ്പർ സിസ്റ്റത്തിൽ നിന്ന് ബേസ് 16 നമ്പർ സിസ്റ്റത്തിലേക്കുള്ള മാറ്റം. അപ്പോൾ ബേസ് 2-ൽ നിന്ന് ബേസ് 16 നമ്പർ സിസ്റ്റത്തിലേക്കുള്ള മാറ്റം കണ്ടുപിടിക്കുക. ആദ്യം ചെയ്യേണ്ടത്, തന്നിരിക്കുന്ന നേരത്തെ ബൈനറി ടു ഒക്ടാൽ ചെയ്തതുപോലെ ബൈനറി ടു ഒക്ടാൽ ചെയ്യാൻ നിങ്ങൾ തന്നിരിക്കുന്ന ബൈനറി നമ്പറിനെ വലത്തു നിന്നും ഇടത്തോട്ട്
3 ബൈനറികളുടെ ബിറ്റുകളുടെ ഗ്രൂപ്പാക്കി തിരിക്കുകയാണെങ്കിൽ ഇവിടെ 4 വലത്തു നിന്ന് തുടങ്ങി നേരത്തെ ബൈനറി ടു ഒക്ടൽ ചെയ്തതുപോലെ തന്നെ വലത്ത് ഭാഗത്ത് തുടങ്ങി തന്നിരിക്കുന്ന ബൈനറി നമ്പറിൻ്റെ LSBയിൽ തുടങ്ങി ഏറ്റവും വലത്തേറ്റത്തുള്ള ബിറ്റിൽ തുടങ്ങി 4 ബിറ്റുള്ള ഗ്രൂപ്പാക്കി തിരിക്കുക. ഒക്ടാലിൽ ചെയ്തതുപോലെ തന്നെ ബൈനറി ടു ഒക്ടാൽ ചെയ്തതുപോലെ തന്നെ ഇവിടെ അവിടെ 3 ബിറ്റുള്ള ഗ്രൂപ്പാണെങ്കിൽ ഇവിടെ 4 ബിറ്റ്. കാരണം ഇവിടെ ബേസ് 2ൽ നിന്നും ബേസ് 16ലേക്കാണ്. 2ഉം 2ഉം 2ൽ നിന്ന് 16ലേക്കാണ് മാറ്റം. ബേസ് 2ൽ നിന്ന് ബേസ് 16. 2ഉം 16ഉം തമ്മിലുള്ള ബന്ധം 2 ഘാതം 4 16. അതായത് 2നെ 2 കൊണ്ട് 4 പ്രാവശ്യം ഗുണിച്ചാൽ 2നെ 2 കൊണ്ട് 2 × 2 × 2 × 2 ആണ് 16. അപ്പോൾ 2⁴ = 16. അതിനർത്ഥം 4 ബിറ്റുകൾ 4 ബൈനറി ഡിജിറ്റുകൾ ചേർന്നാണ് ഒരു ഹെക്സാഡെസിമൽ ഡിജിറ്റ്. അപ്പോൾ നമ്മൾ അതുകൊണ്ടാണ് ഇവിടെ 4 ബിറ്റുകളുടെ ഗ്രൂപ്പാക്കി തിരിക്കുന്നത്. ഓക്കെ, രണ്ടും കൂടെ കൺഫ്യൂഷൻ ആവരുത്. ഒക്ടാലിലാണെങ്കിൽ 3 ബിറ്റ് വലത്തുനിന്ന് ഇടത്തോട്ട് തന്നെയാണ് രണ്ടിലും. ഒക്ടാൽ ബൈനറി ടു ഒക്ടാലാണെങ്കിൽ വലത്തേറ്റത്ത് തുടങ്ങി 3 ബിറ്റുകൾ കൗണ്ട് ചെയ്യുക, ഇടത്തോട്ട് കൗണ്ട് ചെയ്യുക. 1 2 3 മൂന്നെണ്ണമാകുമ്പോൾ അതിന് പകരം ഇവിടെ വലത്തുനിന്ന് തുടങ്ങിയിട്ട് 4 ബിറ്റ് കൗണ്ട് ചെയ്യുക. ആദ്യത്തെ 4 ബിറ്റുകൾ കൗണ്ട് ചെയ്യുക. 1 2 3 4. ഇതാ ഈ 4 ബിറ്റുകൾ ആയാൽ ഒരു വര വരയ്ക്കുക, ഒരു ഗ്രൂപ്പായി. ഇനി അടുത്തത് ഈ 4 ബിറ്റുകൾ കഴിഞ്ഞാൽ 101 ആണ് അടുത്ത ഗ്രൂപ്പ്. അപ്പോൾ നമുക്കിവിടെ 3 ബിറ്റുകളേ ഉള്ളൂ. ആദ്യത്തെ ഗ്രൂപ്പിൽ 4 ബിറ്റുണ്ട്. ഓരോ ഗ്രൂപ്പിലും 4 ബിറ്റുകൾ വേണം. ഇവിടെ രണ്ടാമത്തെ ഗ്രൂപ്പിൽ 101 എന്നാണ് ബൈനറി നമ്പർ. അതൊരു 3 അക്ക ബൈനറിയാണ്. നമുക്കിവിടെ 4 അക്ക ബൈനറിയാണ് വേണ്ടത്. കാരണം നമ്മൾ ഹെക്സാഡെസിമലിലേക്കാണ് മാറ്റുന്നത്. ഹെക്സാഡെസിമലിലേക്ക് മാറ്റുമ്പോൾ ഓരോ ഹെക്സാഡെസിമൽ ഡിജിറ്റും തുല്യമായിട്ടൊരു 4 അക്ക ബൈനറി നമ്പറാണുള്ളത്. 4 ഡിജിറ്റ് ബൈനറി നമ്പർ, 4 ബിറ്റ് ബൈനറി നമ്പറാണുള്ളത്. അപ്പോൾ ഇവിടെ ഒരു 4 എണ്ണം 3 എണ്ണം ഇവിടെ ഉണ്ട് 101. അപ്പോൾ ഈ ഗ്രൂപ്പിൽ ഒരു ബിറ്റ് 4 ബിറ്റ് ആക്കാൻ വേണ്ടി ഇടത്ത് ഭാഗത്തൊരു 0 ആഡ് ചെയ്യുക. പോയിൻ്റ് ഉണ്ടെങ്കിൽ വലത്ത് ഭാഗത്താണ് 0 ആഡ് ചെയ്യേണ്ടത്. പോയിൻ്റ് ഇല്ലാത്തതുകൊണ്ട് എപ്പോഴും 0 ഇടത്ത് ഭാഗത്ത് ആഡ് ചെയ്യണം. ഇടത്തോട്ട് എത്ര 0 വേണമെങ്കിലും ആഡ് ചെയ്യാം. സോ ഇവിടെ ഒരു 0 ആഡ് ചെയ്തു. ഇപ്പോൾ ഇവിടെ 4 ബിറ്റായി. 1 2 3 4. ഇപ്പോൾ 4 ബിറ്റുകൾ വീതമുള്ള 2 ഗ്രൂപ്പുകൾ കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ഓരോ 4 ബിറ്റ് ബൈനറി നമ്പറിനും ഓരോ ഗ്രൂപ്പിലെയും 4 അക്ക ബൈനറി നമ്പറിനും പിന്നെയും 8421 കോഡിൻ്റെ സഹായത്തോടു കൂടി ഈ നേരത്തെ ഒക്ടാൽ ടു ബൈനറി ചെയ്തതുപോലെ തന്നെ ബൈനറി ടു ഒക്ടാൽ ചെയ്തതുപോലെ തന്നെ ഇങ്ങനെ ഗ്രൂപ്പാക്കി തിരിച്ചതിന് ശേഷം നേരത്തെ 421 കോഡ് ഉപയോഗിച്ചാണ് ബൈനറി ടു ഒക്ടാൽ ചെയ്തതെങ്കിൽ ഇവിടെ 8421 കോഡ് 8421 എന്ന് ഓരോ ഗ്രൂപ്പിന് മുകളിലും എഴുതുക. അപ്പോൾ ഈ ഗ്രൂപ്പിന് മുകളിൽ 8 4, ഇതിന് മുകളിൽ 2, ഇതിന് മുകളിൽ 1, 8421. അതുപോലെ ഇവിടെയും 8421 എന്നെഴുതുക. ഇങ്ങനെ എഴുതിയതിന് ശേഷം ഏതൊക്കെ 8421ൽ ഏതിനൊക്കെ താഴെയാണ് 1 ഉള്ളത്, ഏതിനൊക്കെ താഴെയാണ് 0 ഉള്ളത് നോക്കുക. ഇവിടെ ഒന്നാമത്തെ ഗ്രൂപ്പ് എടുക്കുകയാണെങ്കിൽ, ഒന്നാമത്തെ 4 അക്ക ബൈനറി നമ്പർ എടുക്കുകയാണെങ്കിൽ 1110, അതിൽ 8421 എന്നെഴുതിയാൽ ഇതിന് ഓരോ ബിറ്റുകളുടെ മുകളിൽ 8421 എന്ന് എഴുതുമ്പോൾ ആ ക്രമത്തിൽ എഴുതണം. എഴുതി കഴിയുമ്പോൾ 8ന് താഴെ 1 ഉണ്ട്, 4ന് താഴെ 1 ഉണ്ട്, 2ന് താഴെ 1 ഉണ്ട്, 1ന് താഴെ 0. അപ്പോൾ 8ഉം 4ഉം 2ഉം പങ്കെടുത്തു. 8ഉം 4ഉം 2 കൂട്ടിയാൽ 8ഉം 4ഉം 12 14. 14 എന്ന് നമുക്ക് ഹെക്സാഡെസിമലിലൊരു സിമ്പലില്ല, ഒരു നമ്പറില്ല. 14ന് പകരം നമ്മൾ ഉപയോഗിക്കുന്ന ചിഹ്നം നിങ്ങൾ പഠിച്ച ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ മൊത്തം 15 സിമ്പലുകളാണുള്ളത്, 15 അക്കങ്ങളാണുള്ളത്. 0 മുതൽ 9 വരെയുള്ള 10 അക്കങ്ങളും അതിനുശേഷം 10ന് പകരം A എന്നും 11ന് പകരം B എന്നും 12ന് C എന്നും 13ന് D എന്നും 14ന് E എന്നും 15ന് F എന്നും. അപ്പോൾ ഇത് 8421 കോഡ് ഉപയോഗിച്ച് നേരത്തെ പറഞ്ഞ പോലെ ഈ ഗ്രൂപ്പ് തിരിച്ചതിന് ശേഷം ഓരോ ഗ്രൂപ്പിന് മുകളിൽ 8421 എന്ന് എഴുതുക. അതിനുശേഷം ഏതൊക്കെ 8421ൽ ഓരോ ഗ്രൂപ്പ് 8421 എന്ന് എഴുതുമ്പോൾ 1ഉം 0ഉം വന്നിരിക്കുന്നത് ഏതൊക്കെ അക്കങ്ങളുടെ കീഴിലാണ് ആ അക്കങ്ങളെ എടുക്കുക. അപ്പോൾ 8421 എന്നെടുക്കുമ്പോൾ ഒന്നാമത്തെ ഗ്രൂപ്പിൽ 8ഉം 4ഉം 2ഉം ഉണ്ട്, 1 ഇല്ല. അപ്പോൾ 8ഉം 4ഉം 2ഉം കൂട്ടിയാൽ 8ഉം 4ഉം 12 2ഉം 14. 14ന് E എന്നാണ് ഹെക്സാഡെസിമലിൽ കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ E എന്ന് എഴുതി. ഇനി അടുത്ത ഗ്രൂപ്പ് 4 ബിറ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് അടുത്ത 4 അക്ക ബൈനറി നമ്പർ 101 ആണ്, 0101. അപ്പോൾ ഇവിടെയും 8421 എന്ന് എഴുതുക. ഓരോ 4 അക്ക ബൈനറിയുടെയും മുകളിലായിട്ട് 8421 എന്ന് എഴുതുക. ഗ്രൂപ്പ് തിരിച്ചതിന് ശേഷം അപ്പോൾ 4 ബിറ്റുകളുടെ ഗ്രൂപ്പാക്കി തിരിക്കുക. വലത്തുനിന്ന് അടുത്തോട്ട് എന്ന ക്രമത്തിൽ 4 ബിറ്റുകളുടെ ഗ്രൂപ്പാക്കി
തന്നിരിക്കുന്ന ബൈനറി നമ്പറിനെ വേർതിരിക്കുക, സ്പ്ലിറ്റ് ചെയ്യുക. അതിനുശേഷം ഓരോ 4 ബിറ്റിനും 8421 കോഡ് ഉപയോഗിച്ച് ഓരോ ഗ്രൂപ്പിലെയും 4 അക്ക ബൈനറി നമ്പറിനെ 8421 കോഡിൻ്റെ സഹായത്തോടു കൂടി ആ ഓരോ 4 അക്ക ബൈനറിയുടെയും തുല്യമായിട്ടുള്ള ഹെക്സാഡെസിമൽ ഡിജിറ്റ് കണ്ടെത്തുക. അത് അതിന് താഴെ എഴുതുക. അതാത് ബൈനറി നമ്പറുകൾക്ക് താഴെ 4 അക്ക ബൈനറി നമ്പറുകൾക്ക് താഴെ 8421 കോഡ് ഉപയോഗിച്ച് അവയുടെ ഹെക്സാഡെസിമൽ ഡിജിറ്റ് കണ്ടെത്തി എഴുതുക. അതിനുശേഷം ഈ ഹെക്സാഡെസിമൽ ഡിജിറ്റുകൾ ചേർത്ത് വയ്ക്കുക. ഹെക്സാഡെസിമൽ ഡിജിറ്റുകൾ കിട്ടിയ ഹെക്സാഡെസിമൽ ഡിജിറ്റുകൾ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ ഉത്തരം ആയി. അതായത് ഇവിടെ 101 രണ്ടാമത്തെ ഗ്രൂപ്പ്. രണ്ടാമത്തെ ബൈനറി നമ്പർ ഇവിടെ മൊത്തം 2 ബൈനറി 4 അക്ക ബൈനറി നമ്പറാണുള്ളത്. ഒന്ന് ഇത് അങ്ങനെ 4 അക്ക ബൈനറി ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. ബൈനറി നമ്പറുകളായിട്ട് സ്പ്ലിറ്റ് ചെയ്യാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന മെത്തേഡ്. ബൈനറി ടു ഹെക്സാഡെസിമൽ കൺവേർഷൻ ചെയ്യാൻ തന്നിരിക്കുന്ന ബൈനറി നമ്പറിനെ 4 ബിറ്റുകളുടെ ഗ്രൂപ്പാക്കി തിരിക്കുക. വലത്തു നിന്ന് ഇടത്തോട്ട് എന്ന ക്രമത്തിൽ LSBയിൽ നിന്ന് തുടങ്ങി MSBയിൽ അവസാനിക്കുന്ന രീതി 4 ബിറ്റുകളാകുമ്പോൾ ഒരു ഗ്രൂപ്പാക്കി തിരിക്കുക. അടുത്ത 4 ബിറ്റാകുമ്പോൾ വേറൊരു ഗ്രൂപ്പ്. അങ്ങനെ ഇനി ഓരോ ഗ്രൂപ്പിനെയും 8421 കോഡ് ഉപയോഗിച്ച് അതിന് തുല്യമായിട്ടുള്ള ഹെക്സാഡെസിമൽ ഡിജിറ്റ് എഴുതുക. അപ്പോൾ നിങ്ങൾക്ക് ഉത്തരം അപ്പോൾ ബൈനറിക്ക് തുല്യമായിട്ടുള്ള ഹെക്സാഡെസിമൽ നമ്പർ കിട്ടും. ഇവിടെ ഈ ആദ്യത്തെ 14 ആദ്യത്തെ ഗ്രൂപ്പിന് തുല്യമായിട്ടുള്ള ആദ്യത്തെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ 1110 എന്ന ബൈനറി നമ്പറാണ്. അതിന് തുല്യമായിട്ടുള്ള ഹെക്സാഡെസിമൽ ഡിജിറ്റ് E ആണ്. അത് 14 എന്ന് പറഞ്ഞാൽ E ആണ്. 8421 കോഡ് ഉപയോഗിച്ച് 14 കിട്ടും. ഇതുപോലെ ഇവിടെ 8421 കോഡ് ഇടുമ്പോൾ 8 ഇല്ല, 4ന് താഴെ 1 ഉണ്ട്. അതായത് 4 അതിനർത്ഥം 4 ഉണ്ട് എന്നാണ്. 2ന് താഴെ 0, അപ്പോൾ 2 ഇല്ല. 8ഉം 2ഉം ഇല്ല, 4ഉം 1ഉം ഉണ്ട്. 8421ൽ 4ഉം 4ഉം 1ഉം ഉണ്ട്. 4 + 1 5 ആണ്. അപ്പോൾ 4ഉം 1ഉം പങ്കെടുക്കുന്നു, 8ഉം 2ഉം പങ്കെടുക്കുന്നില്ല. അപ്പോൾ 4ഉം 1ഉം മാത്രം പങ്കെടുത്താൽ 4ഉം 1ഉം ചേർന്നാൽ 5. അപ്പോൾ 0101 എന്ന 4 അക്ക ബൈനറി നമ്പറിന് തുല്യമായിട്ടുള്ള ഹെക്സാഡെസിമൽ ഡിജിറ്റ് 5 ആണ്. ഇപ്പോൾ 2 ഗ്രൂപ്പുകൾക്കും 2 4 അക്ക ബൈനറി ഗ്രൂപ്പുകൾക്കും തുല്യമായിട്ടുള്ള ഹെക്സാഡെസിമൽ ഡിജിറ്റ് കിട്ടി. ഇനി അത് ചേർത്ത് വയ്ക്കുക. അപ്പോൾ 5E ഇതാണ് 1011110 എന്ന ബൈനറിക്ക് തുല്യമായിട്ടുള്ള ഹെക്സാഡെസിമൽ നമ്പർ. ഇനി ഇതുപോലെ ബൈനറി ഫ്രാക്ഷൻ, നേരത്തെ ഒക്ടാൽ ഫ്രാക്ഷൻ ബൈനറി ടു ഒക്ടാൽ ഫ്രാക്ഷൻ ചെയ്തതുപോലെ ബൈനറി ടു ഹെക്സാഡെസിമൽ ഫ്രാക്ഷൻ ചെയ്യുന്നത് നോക്കാം. മാറ്റങ്ങളൊന്നുമില്ല. നേരത്തെ പറഞ്ഞ ഒക്ടാൽ ഫ്രാക്ഷനിലേക്ക് മാറ്റുന്ന പോലെ തന്നെയാണ്. തന്നിരിക്കുന്ന ഒരു ബൈനറി ഫ്രാക്ഷൻ ആണെങ്കിൽ ബൈനറി ഫ്രാക്ഷനിലെ പോയിൻറ്റിന് മുൻപുള്ള ഭാഗത്തെ വലത്തു നിന്ന് ഇടത്തോട്ടാണ് ഗ്രൂപ്പ് ചെയ്യേണ്ടത്. പോയിൻറ്റിന് ശേഷമുള്ള ഭാഗത്തെ ഇടത്തു നിന്ന് വലത്തോട്ട്. നമ്മൾ ബൈനറി ടു ഒക്ടാൽ ഫ്രാക്ഷൻ കൺവേർട്ട് ചെയ്യുമ്പോൾ ബൈനറി ഫ്രാക്ഷൻ ഒക്ടാൽ ഫ്രാക്ഷൻ ആക്കുമ്പോൾ ചെയ്ത അതേ മെത്തേഡ്. പോയിൻറ്റിന് മുൻപ് വലത്തു നിന്ന് ഇടത്തോട്ട് ഗ്രൂപ്പ് ചെയ്യണം. പോയിൻറ്റിന് ശേഷം ഇടത്തു നിന്ന് വലത്തോട്ട് എന്ന ക്രമത്തിൽ 4 ബിറ്റുകളുടെ ഗ്രൂപ്പാക്കിയാണ് ഗ്രൂപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ തന്നിരിക്കുന്ന ബൈനറി ഫ്രാക്ഷനെ അതിൻ്റെ പോയിൻറ്റിന് മുൻപുള്ള ഭാഗം ഇൻറ്റിജർ പാർട്ടിനെ വലത്തു നിന്ന് ഇടത്തോട്ട്, അതായത് LSB ടു MSB എന്ന ക്രമത്തിൽ 4 ബിറ്റുകളുടെ ഗ്രൂപ്പാക്കി തിരിക്കുമ്പോൾ 1111 ആദ്യത്തെ 4 ബിറ്റുകൾ കൗണ്ടായി എണ്ണിക്കഴിഞ്ഞാൽ ഒരു വര ഇടുക. ദാറ്റ് ഈസ് ഒരു ഗ്രൂപ്പായി. പിന്നെ അടുത്തത് 111011 അടുത്തത്. അങ്ങനെ 2 ഗ്രൂപ്പുകൾ പോയിൻറ്റിന് മുൻപും പോയിൻറ്റിന് ശേഷം ഒരു ഗ്രൂപ്പ്. പോയിൻറ്റിന് ശേഷം നോക്കുകയാണെങ്കിൽ 0 1 1 2 3 4 ബിറ്റ് ഒറ്റ ഗ്രൂപ്പേ ഉള്ളൂ. പോയിൻറ്റിന് മുമ്പ് 2 4 ബിറ്റ് ഗ്രൂപ്പുകളും പോയിൻറ്റിന് ശേഷം ഒരു 4 ബിറ്റ് ഒരു 4 അക്ക ബൈനറി നമ്പറുമാണുള്ളത്. പിന്നെ 4 അക്ക ബൈനറി നമ്പറുകളായി ഗ്രൂപ്പുകളാക്കി തിരിച്ചതിന് ശേഷം ഓരോ 4 അക്ക ബൈനറി നമ്പറിനെയും 8421 കോഡിൻ്റെ സഹായത്തോടെ നേരത്തെ ഇവിടെ ചെയ്തതുപോലെ തന്നെ ഓരോ 4 അക്ക ബൈനറി നമ്പറിന് മുകളിൽ 8421 എന്ന് എഴുതുക. ഓരോ ബിറ്റുകൾക്ക് മുകളിലായിട്ട് 8 4 2 1 ഇങ്ങനെ തന്നെ എഴുതണം, തിരിച്ചെഴുതരുത്. 8 ഇടത്തേറ്റത്തെ ബിറ്റിന് മുകളിൽ 8 എന്നും, പിന്നെ വലത്തേറ്റത്തുള്ളതിന് മുകളിൽ 4 എന്നും, പിന്നെ വലത്തേറ്റത്തുള്ളതിന് മുകളിൽ 2 എന്നും, അവസാനം LSBയുടെ മുകളിൽ 1 എന്നും എഴുതുക. ഇങ്ങനെ ഓരോ 4 അക്ക ബൈനറിക്ക് മുകളിൽ 8421 എഴുതുക. അതിനുശേഷം ഏതൊക്കെ ഈ 8421 കോഡിൽ ഏതൊക്കെ 8421 കീഴിൽ ഓരോ ഗ്രൂപ്പിലും 8421 കീഴിൽ 1 വന്നത് ഏതൊക്കെയാണെന്ന് നോക്കുക. 0 വന്നത് പരിഗണിക്കേണ്ടതില്ല. അപ്പോൾ ഇവിടെ ഈ ഒരു ഗ്രൂപ്പ് അതിന് ശേഷമുള്ള ഈ ഫ്രാക്ഷൻ പാർട്ടിൽ 0111 എന്ന ഒറ്റ 4 അക്ക ബൈനറി ഗ്രൂപ്പേ ഉള്ളൂ. ഒരു ഗ്രൂപ്പേ ഉള്ളൂ 4 ബിറ്റിൻ്റെ. അതിന് 8421 കോഡ് ഉപയോഗിച്ചപ്പോൾ 8ന് 8 ഇല്ല, 4നും 2നും 1നും താഴെ ഒന്നുണ്ട്. അതായത് 4ഉം 2ഉം 1 പങ്കെടുക്കുന്നുണ്ട്. 4ഉം 2ഉം 1 കൂട്ടിയാൽ 7.
അപ്പോൾ പോയിൻറ്റിലെടുത്ത് പോയിൻ്റ് ഇടുക. 0.7 ആണ് ഇതിന് തുല്യമായിട്ടുള്ള ഫ്രാക്ഷൻ പാർട്ട്. ഇനി അടുത്തത് പോയിൻറ്റ് മുൻപുള്ള ഇൻറ്റിജർ പാർട്ടിന് അതിൻ്റെ ഹെക്സാഡെസിമൽ ഈക്വലൻ്റ് കാണുന്നതിന് വേണ്ടി ഹെക്സാഡെസിമൽ നമ്പർ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ഇവിടെയും 4 ബിറ്റുകളുടെ രണ്ട് ഗ്രൂപ്പുണ്ട്. അപ്പോൾ ആദ്യത്തെ ഗ്രൂപ്പ് 1111 8421 കോഡ് വെച്ച് ഇത് 15 എന്ന നമ്പറാണ്. 8ഉം 4ഉം 2ഉം 1ഉം പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ 8ഉം 4ഉം 2ഉം 1ഉം കൂട്ടിയാൽ 8ഉം 4ഉം 12, 2ഉം 14, 1ഉം 15. 15ന് തുല്യമായിട്ടുള്ള ഹെക്സാഡെസിമൽ ഡിജിറ്റ് 15 എന്നൊരു ചിഹ്നം ഹെക്സാഡെസിമലില്ല, അതിന് പകരം F ആണ്, അതുകൊണ്ട് ഇവിടെ F എഴുതുക. അതുപോലെ ഇത് 1011 അടുത്ത ഗ്രൂപ്പ് 4 അക്ക ബൈനറി ഗ്രൂപ്പിൻ്റെ 8421 കോഡ് ഉപയോഗിക്കുമ്പോൾ കിട്ടുന്നത് 11 എന്നാണ്. 11ൻ്റെ ഹെക്സാഡെസിമൽ റെപ്രസെൻറ്റേഷൻ B എന്നാണ്. ഇനി ഈ ഓരോ ഹെക്സാഡെസിമൽ ഡിജിറ്റുകളെല്ലാം കൂടെ ചേർത്ത് വയ്ക്കുക. അപ്പോൾ BF 0.7. അപ്പോൾ 10111111.0111 എന്ന ബൈനറി നമ്പറിന് തുല്യമായിട്ടുള്ള ഹെക്സാഡെസിമൽ നമ്പർ BF 0.7 ആണ്. ഇനി അടുത്തത് ഹെക്സാഡെസിമൽ ടു ബൈനറി. ബേസ് 16 നമ്പർ സിസ്റ്റത്തിൽ നിന്ന് ബേസ് 2 നമ്പർ സിസ്റ്റത്തിലേക്കുള്ള മാറ്റം. ബേസ് 8 നമ്പർ സിസ്റ്റം, ബേസ് 8 നമ്പർ സിസ്റ്റത്തിൽ നിന്ന് ബേസ് 2 നമ്പർ സിസ്റ്റത്തിലേക്കുള്ള മാറ്റത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അതേപോലെ തന്നെയാണ് ബേസ് 16ൽ നിന്ന് ബേസ് 2ലേക്കുള്ള മാറ്റം. അപ്പോൾ അത് കാണുന്നതിന് വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് തന്നിരിക്കുന്ന ഹെക്സാഡെസിമൽ നമ്പറിനെ ഓരോ ഹെക്സാഡെസിമൽ ഡിജിറ്റുകളെയും സ്പ്ലിറ്റ് ചെയ്ത് എഴുതുക. ഇവിടെ തന്നിരിക്കുന്ന ഹെക്സാഡെസിമൽ നമ്പർ A69 ആണ്. ഇതിൽ A6, A69 എന്നിവയെ അല്പം വിട്ട് എഴുതുക. അതിനുശേഷം ഓരോ ഹെക്സാഡെസിമൽ ഡിജിറ്റിനും താഴെ 8421 കോഡ് ഉപയോഗിച്ച് അതിൻ്റെ 4 അക്ക ബൈനറി നമ്പർ എഴുതുക. നേരത്തെ ബൈനറി ടു ഹെക്സാഡെസിമൽ ചെയ്തിട്ട് നേരെ റിവേഴ്സ് മെത്തേഡാണിത്. അവിടെ നിങ്ങൾ ഓരോ ബൈനറി 4 അക്ക ബൈനറികളാക്കി തിരിച്ചതിന് ശേഷം 4 അക്ക ബൈനറിക്ക് മുകളിൽ 8421 കോഡ് ഉപയോഗിച്ച് അവയ്ക്ക് തുല്യമായ ഹെക്സാഡെസിമൽ ഡിജിറ്റ് ആക്കിയെങ്കിൽ ഇവിടെ തന്നിരിക്കുന്ന ഹെക്സാഡെസിമൽ ഡിജിറ്റിന് 8421 കോഡ് ഉപയോഗിച്ച് ഓരോ തന്നിരിക്കുന്ന ഹെക്സാഡെസിമൽ നമ്പറിലെ ഓരോ ഹെക്സാഡെസിമൽ ഡിജിറ്റിനും താഴെ അതിന് തുല്യമായിട്ടുള്ള 4 അക്ക ബൈനറി നമ്പർ എഴുതുക. ആ ബൈനറി നമ്പറുകളെല്ലാം 4 അക്ക എല്ലാ ഹെക്സാഡെസിമൽ ഡിജിറ്റിൻ്റെയും തുല്യമായിട്ടുള്ള 4 അക്ക ബൈനറികൾ ചേർത്ത് വയ്ക്കുമ്പോൾ നിങ്ങൾക്ക് ഉത്തരം, അതായത് ബൈനറി നമ്പർ ഹെക്സാഡെസിമലിന് തുല്യമായിട്ടുള്ള തന്നിരിക്കുന്ന ഹെക്സാഡെസിമലിന് തുല്യമായിട്ടുള്ള ബൈനറി നമ്പർ ലഭിക്കും. അപ്പോൾ അവിടെ A69 ഇതാണ് തന്നിരിക്കുന്ന ഹെക്സാഡെസിമൽ നമ്പർ. ഇതിൽ എക്ക് തുല്യമായിട്ടുള്ള 4 അക്ക ബൈനറി 8421 കോഡ്. A എന്ന് പറഞ്ഞാൽ 10 ആണ്. 10ൻ്റെ 8421 കോഡ് ഉപയോഗിച്ച് 10 എന്ന് പറഞ്ഞാൽ 8ഉം 2ഉം കൂട്ടിയാലാണ് 10. അപ്പോൾ 8, 4, 2 എന്ന് എഴുതി അതിന് പങ്കെടുക്കുന്നത് 8ഉം 2ഉം. 8നും 2നും താഴെ മാത്രം 1 എഴുതുക, ബാക്കിയുള്ളതിൻ്റെ താഴെ 0. അപ്പോൾ 4ൻ്റെയും 1ൻ്റെയും താഴെ 0. 8, 4, 2 എന്ന് എഴുതുമ്പോൾ 1010. ഇതേപോലെ 6ൻ്റെ 4 അക്ക ബൈനറി കണ്ടുപിടിക്കാൻ നിങ്ങൾ ഇതുപോലെ 8421 കോഡ് വെച്ച് എഴുതി കഴിഞ്ഞാൽ ഇവിടെ 8 ഇല്ല, 4 ഉണ്ട്, 2 ഉണ്ട്, 1 ഇല്ല. അപ്പോൾ 8ഉം 1ഉം ഇല്ല, 4 ഉണ്ട്, 2 ഉണ്ട്. 4 + 2 6. 6ൻ്റെ 4 അക്ക ബൈനറി ഇതാണ്. അതേപോലെ 9ൻ്റെ 4 അക്ക ബൈനറി. അപ്പോൾ ഓരോ തന്നിരിക്കുന്ന ഹെക്സാഡെസിമൽ നമ്പറിലെ ഓരോ ഹെക്സാഡെസിമൽ അക്കത്തിനും തുല്യമായിട്ടുള്ള 4 അക്ക ബൈനറി. 4 അക്ക ബൈനറി എഴുതാനുള്ള കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു, ബേസ് 16 നിന്ന് ബേസ് 2ലേക്കാണ് മാറ്റം. 4 ബിറ്റുകൾ ചേർന്നാണ് ഓരോ ഹെക്സാഡെസിമൽ ഡിജിറ്റും ഉണ്ടാകുന്നത്. 4 ബിറ്റുകൾ ചേർന്നാണ് ഓരോ ഹെക്സാഡെസിമൽ ഡിജിറ്റ് 4 ബിറ്റ്, 4 അക്ക ബൈനറി നമ്പർ. ഈ ഹെക്സാഡെസിമൽ ഡിജിറ്റ് 4 അക്ക ബൈനറി നമ്പർ. അങ്ങനെ ഓരോ ഹെക്സാഡെസിമൽ ഡിജിറ്റും 4 ബിറ്റുകൾ ചേർന്നാണ് ഉണ്ടാകുന്നത്. ഒരു 4 അക്ക ബൈനറി നമ്പറിന് തുല്യമാണ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. നേരത്തെ ഓരോ ഒക്ടാൽ ഡിജിറ്റും 3 അക്ക ബൈനറിക്ക് തുല്യം. കാരണം ഒക്ടാൽ എന്ന് പറയുമ്പോൾ ബേസ് 8, ബൈനറി ബേസ് 2. അപ്പോൾ 2 ക്യൂബ് 2�3 = 8. 2×3 = 8. അതിനർത്ഥം ഓരോ ഒക്ടാൽ ഡിജിറ്റും 3 ബിറ്റുകളെ കൊണ്ട്, 3 ബൈനറി ഡിജിറ്റുകളെ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഓരോ ഒക്ടാൽ ഡിജിറ്റിനും തുല്യമായിട്ട് നമുക്കൊരു 3 അക്ക ബൈനറി നമ്പർ എഴുതാൻ സാധിക്കും. അത് 421 കോഡിൻ്റെ സഹായത്തോടു കൂടി എഴുതുക എന്നാണ് അവിടെ ചെയ്തത്. ഇവിടെ ഇത് 4 അക്ക ബൈനറി, അവിടെ 3 അക്ക ബൈനറി എഴുതിയെങ്കിൽ ഇവിടെ തന്നിരിക്കുന്ന ഓരോ ഹെക്സാഡെസിമൽ ഡിജിറ്റിനും തുല്യമായിട്ടുള്ള 4 അക്ക ബൈനറികൾ എഴുതണം. കാരണം ഒരു ഹെക്സാഡെസിമൽ ഡിജിറ്റ് എന്ന് പറയുന്നത് ഒരു 4 ബിറ്റ് ബൈനറി നമ്പറിന് തുല്യമാണ്. കാരണം 16 = 2⁴.
16 എന്ന് പറഞ്ഞാൽ 2/4 2നെ 2 കൊണ്ട് 4 പ്രാവശ്യം ഗുണിക്കുമ്പോഴാണ് 3 പ്രാവശ്യം ഗുണിക്കുമ്പോഴാണ് 2 × 2 × 2 × 2 ആണ് 16. അതാണ് ഇവിടെ 4 ബിറ്റുകളുടെ ഗ്രൂപ്പാക്കി തിരിക്കാനുള്ള കാര്യം. ഇതുപോലെ ഏത് ഗ്രൂപ്പിനെയും നമുക്കിത് ഇതുപോലെ ചെയ്യാം. ഇനി അടുത്തത് ഒരു നമ്പർ കൺവേർഷൻ എന്ന് പറയുന്നത്, ഇപ്പോൾ പ്രധാനമായിട്ടും നാല് നമ്പർ സിസ്റ്റങ്ങളും അവ തമ്മിലുള്ള കൺവേർഷനുകളെല്ലാം തന്നെ പറഞ്ഞു. ഇനി പ്രധാനമായിട്ടും നമ്മൾ ഡെസിമൽ നമ്പർ സിസ്റ്റം പറഞ്ഞു, ബൈനറി നമ്പർ സിസ്റ്റം പറഞ്ഞു, ഡെസിമൽ ടു ബൈനറി കൺവേർഷൻ പറഞ്ഞു, ബൈനറി ടു ഡെസിമൽ മാറ്റം പറഞ്ഞു, അതുപോലെ ഒക്ടാൽ നമ്പർ സിസ്റ്റം ഡെസിമൽ ടു ഒക്ടാൽ, ഒക്ടാൽ ടു ഡെസിമൽ പറഞ്ഞു, ഡെസിമൽ ടു ഹെക്സാഡെസിമൽ, ഹെക്സാഡെസിമൽ ടു ഡെസിമൽ, അതുപോലെ ബൈനറി ടു ഒക്ടാലും ഒക്ടാൽ ടു ബൈനറി നമ്പർ കൺവേർഷനും, ഹെക്സാഡെസിമൽ ടു ബൈനറിയും ബൈനറി ടു ഹെക്സാഡെസിമൽ കൺവേർഷനും പറഞ്ഞു. ഇനി അവശേഷിക്കുന്ന ഒക്ടാൽ ടു ഹെക്സാഡെസിമലും ഹെക്സാഡെസിമൽ ടു ഒക്ടാൽ കൺവേർഷനുമാണ്. ഒക്ടാൽ നമ്പർ സിസ്റ്റത്തിൽ നിന്ന് ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റത്തിലേക്കുള്ള മാറ്റം. ഒരു ഒക്ടാൽ നമ്പർ തന്നാൽ അതിന് തുല്യമായിട്ടുള്ള ഹെക്സാഡെസിമൽ നമ്പർ കണ്ടുപിടിക്കുക. അതുപോലെ തിരിച്ച് ഒരു ഹെക്സാഡെസിമൽ നമ്പർ തന്നാൽ അതിന് തുല്യമായിട്ടുള്ള ഒക്ടാൽ നമ്പർ കണ്ടുപിടിക്കുക. ഇതിനുള്ള ഏറ്റവും നല്ല മെത്തേഡ് എന്ന് പറയുന്നത് ഒരേ ഒരു മെത്തേഡാണ്, ഏറ്റവും എളുപ്പം ചെയ്യാം, വളരെ എളുപ്പമുള്ളൊരു മെത്തേഡാണ്. നിങ്ങൾ ബൈനറി ടു ഒക്ടാലും ഒക്ടാൽ ടു ബൈനറിയും കണ്ടു. അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നേരിട്ട് നമുക്ക് ഒക്ടാൽ നമ്പറിനെ ഒരു ഒക്ടാൽ ടു ഹെക്സാഡെസിമൽ കൺവേർഷനാണ് പറയുന്നത്. നേരിട്ട് നമുക്കൊരു ഒക്ടാൽ നമ്പറിനെ ബൈനറി ഹെക്സാഡെസിമൽ ആക്കാൻ പറ്റില്ല. പക്ഷേ നമുക്കൊരു ഒക്ടാൽ നമ്പറിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ അതിന് തുല്യമായിട്ടുള്ള ബൈനറി നമ്പർ കണ്ടുപിടിക്കാൻ അറിയാം. അതിനുള്ള മെത്തേഡ് നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ ആ മെത്തേഡ് ഉപയോഗിച്ച് നിങ്ങൾ എന്ത് ചെയ്യാം, ഒക്ടാൽ ടു ഹെക്സാഡെസിമൽ കൺവേർഷൻ ചോദിച്ചാൽ 457 എന്ന ഒക്ടാൽ നമ്പറിന് തുല്യമായിട്ടുള്ള ഹെക്സാഡെസിമൽ നമ്പർ ഏതെന്നാണ് ചോദിക്കുന്നത്. ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഇതിന് നേരിട്ടുള്ള ഒരു മെത്തേഡില്ല. ഇതിലുള്ള ഒരേ ഒരു മെത്തേഡ്, ആദ്യം തന്നിരിക്കുന്ന ഒക്ടാൽ നമ്പറിനെ ബൈനറിയിലേക്ക് മാറ്റുക. അത് നിങ്ങൾ നേരത്തെ പഠിച്ചു. അപ്പോൾ അങ്ങനെ ബൈനറിയിലേക്ക് മാറ്റാൻ വേണ്ടി പിന്നീട് ഒരു ബൈനറി നമ്പർ കിട്ടും. ഒക്ടാൽ ടു ബൈനറി കൺവേർഷൻ ചെയ്യുമ്പോൾ ആ ബൈനറി നമ്പറിനെ ഹെക്സാഡെസിമലിലേക്ക് മാറ്റുക, ബൈനറി ടു ഹെക്സാഡെസിമൽ കൺവേർഷൻ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഉത്തരം കിട്ടും. അതായത് കിട്ടേണ്ട ഹെക്സാഡെസിമൽ നമ്പർ തന്നിരിക്കുന്ന ഒക്ടാൽ നമ്പറിന് തുല്യമായിട്ടുള്ള ഹെക്സാഡെസിമൽ നമ്പർ കിട്ടും. അപ്പോൾ ഒരു ഉദാഹരണം നോക്കാം. 457 എന്ന ഒക്ടാൽ നമ്പറിന് തുല്യമായിട്ടുള്ള ഹെക്സാഡെസിമൽ നമ്പർ കണ്ടുപിടിക്കണം. ആദ്യം 457 തുല്യമായിട്ടുള്ള ബൈനറി നമ്പർ കണ്ടുപിടിക്കണം, ബൈനറി നമ്പർ സിസ്റ്റത്തിലെ നമ്പർ. അതിനുശേഷം ആ ബൈനറി നമ്പറിൻ്റെ ഹെക്സാഡെസിമലിലേക്ക് മാറ്റുക. അപ്പോൾ ഉത്തരം ലഭിക്കും. അപ്പോൾ ഇവിടെ 457 4 നമ്മൾ ഒക്ടാൽ ടു ബൈനറി കൺവേർഷൻ നേരത്തെ പറഞ്ഞതാണ്. ഒരു ഒക്ടാൽ നമ്പറിനെ ബൈനറി ആക്കാൻ ചെയ്യേണ്ടത്, ബൈനറി തുല്യമായിട്ടുള്ള ബൈനറി നമ്പർ കണ്ടുപിടിക്കാൻ ചെയ്യേണ്ടത്, തന്നിരിക്കുന്ന ഒക്ടാൽ നമ്പറിലെ ഓരോ ഒക്ടാൽ അക്കത്തിനും ഒക്ടാൽ ഡിജിറ്റിനും തുല്യമായിട്ടുള്ള 3 അക്ക ബൈനറി നമ്പർ എഴുതുക. 3 അക്ക ബൈനറി എഴുതാനുള്ള കാരണമൊക്കെ നിങ്ങൾക്കറിയാം. 2 ക്യൂബാണ് 8, ബേസ് 2ലേക്കാണ് മാറ്റുന്നത്. അപ്പോൾ ഈ 3 അക്ക ബൈനറി കിട്ടാൻ, ഓരോ ഒക്ടാൽ ഡിജിറ്റിനും തുല്യമായിട്ടുള്ള 3 അക്ക ബൈനറി കിട്ടാൻ വേണ്ടി 4-to-1 കോഡ് ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്യുക. ഓരോ ഒക്ടാൽ ഡിജിറ്റും എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് നോക്കുക. അപ്പോൾ അതിൽ ഏതൊക്കെ ഡിജിറ്റുകൾ 4-to-1 ഏതൊക്കെ 4ഉം 2-1 ഏതൊക്കെ പങ്കെടുക്കുന്നു, ആ ഡിജിറ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഏതെല്ലാം നമ്പറുകളാണ് പങ്കെടുക്കുന്നത്, ആ നമ്പറുകൾക്ക് താഴെ 1 എന്നും പങ്കെടുക്കാത്ത നമ്പറുകൾക്ക് താഴെ 0 എന്നും ഇടുക. അപ്പോൾ നിങ്ങൾക്ക് ഓരോ ഒക്ടാൽ ഡിജിറ്റും തുല്യമായിട്ടുള്ള 3 അക്ക ബൈനറി ലഭിക്കും. അപ്പോൾ അങ്ങനെ ഇവിടെ 4 എന്ന് പറയുമ്പോൾ 4-to-1 എന്ന് എഴുതി കഴിഞ്ഞാൽ 4 മാത്രമേ ഉള്ളൂ, 2 ഒന്നും പങ്കെടുക്കുന്നില്ല. അതായത് 1 0 0. ഇനി ഇവിടെ 421 എഴുതിയാൽ 4 1 കൂട്ടുമ്പോഴാണ് 5. 4ഉം 1ഉം താഴെ, 4നും 1നും താഴെ 1 എന്ന് എഴുതുക, 2ന് താഴെ 0 1 0 1. അതുപോലെ 7, 4ഉം 2ഉം 1ഉം കൂട്ടുമ്പോഴാണ് 7 കിട്ടുന്നത്. 4-to-1 കോഡ് ഉപയോഗിച്ച് 7ൻ്റെ 3 അക്ക ബൈനറി 1 1 1. ഇനി ഇത് എല്ലാം കൂടെ ചേർത്ത് വയ്ക്കുക. അപ്പോൾ നമുക്ക് ഇടയ്ക്കുള്ള ഉത്തരം കിട്ടി. ഇപ്പോഴും ഉത്തരം കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മൾ 457 എന്ന ഒക്ടാൽ നമ്പറിന് തുല്യമായിട്ടുള്ള ബൈനറി നമ്പർ 100 101 111 എന്നതാണ്. ഇനി ഹെക്സാഡെസിമൽ കണ്ടുപിടിക്കാൻ ഈ കിട്ടിയ ബൈനറി നമ്പറിനെ, ഒക്ടാൽ നമ്പറിന് തുല്യമായിട്ട് കിട്ടിയ ബൈനറി നമ്പറിനെ വീണ്ടും ഹെക്സാഡെസിമലിലേക്ക് മാറ്റുക. അപ്പോൾ ബൈനറി ടു ഹെക്സാഡെസിമൽ കൺവേർഷനാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ആദ്യം ഒക്ടാൽ ടു ബൈനറി കൺവേർഷൻ ചെയ്തു, അതിനുശേഷം ബൈനറി ടു ഹെക്സാഡെസിമൽ കൺവേർഷൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഉത്തരം ലഭിക്കും. അപ്പോൾ ഇവിടെ കിട്ടിയ ഉത്തരം ഒക്ടാൽ ടു ബൈനറി ചെയ്തപ്പോൾ ഈ
ബൈനറി നമ്പറാണ് ലഭിച്ചത് 100101111. അതിനെ ഇനി ഹെക്സാഡെസിമലിലേക്ക് മാറ്റാൻ ചെയ്യേണ്ടത് നിങ്ങൾ പറഞ്ഞു, നിങ്ങൾ നേരത്തെ കണ്ടു, തന്നിരിക്കുന്ന ബൈനറി നമ്പറിനെ 4 ബിറ്റുകളുടെ ഗ്രൂപ്പാക്കി തിരിക്കുക, 4 അക്ക ബൈനറി ഗ്രൂപ്പുകളാക്കി തിരിക്കുക. വലത്തു നിന്ന് ഇടത്തോട്ട് എന്ന ക്രമത്തിലാണ് തിരിക്കേണ്ടത്, ഗ്രൂപ്പ് തിരിക്കേണ്ടത് എപ്പോഴും. അപ്പോൾ 1 2 3 4 അതൊരു ഗ്രൂപ്പാണ്, ദാറ്റ് ഈസ് 111. അടുത്ത 4 അക്ക ഗ്രൂപ്പ് 0010. മൂന്നാമത്തെ ഗ്രൂപ്പിൽ ഒരൊറ്റ ബിറ്റേ ഉള്ളൂ, 4 ബിറ്റ് വേണം. അപ്പോൾ നമ്മൾ 4 ബിറ്റ് ആക്കാൻ വേണ്ടി ഒരു ബിറ്റ് 1 ആണ് ഇപ്പോൾ ഉള്ളത്, ബാക്കി ആവശ്യമുള്ള അത്രയും സീറോസ് ഇടത്ത് ഭാഗത്ത് ആഡ് ചെയ്ത് കൊടുക്കുക. 0001. ഇപ്പോൾ ഈ ഒരു 4 ബിറ്റ് ഗ്രൂപ്പുകളുണ്ട്. തന്നിരിക്കുന്ന ബൈനറി നമ്പറിനെ 4 അക്ക ബൈനറി നമ്പറുകളുടെ ഗ്രൂപ്പാക്കിയിട്ട് എഴുതി. അതിനുശേഷം ഇവിടെ ഗ്രൂപ്പുണ്ട്. ഇവിടെ ആ ഗ്രൂപ്പുകളെ സ്പ്ലിറ്റ് ചെയ്തു, 4 അക്ക ബൈനറി സ്പ്ലിറ്റ് ചെയ്തു. അതിനുശേഷം ഓരോ 4 അക്കം തികയുന്നില്ലെങ്കിൽ ആവശ്യമുള്ളത്രയും പൂജ്യങ്ങൾ അടുത്ത ഭാഗത്ത് ആഡ് ചെയ്ത് ഗ്രൂപ്പിൽ 4 അക്കം തികയ്ക്കുക, 4 ബിറ്റ് തികയ്ക്കുക. അതിനുശേഷം ഓരോ 4 അക്ക ബിറ്റിനെയും 8421 കോഡിൻ്റെ സഹായത്തോടു കൂടി ഓരോന്നിനും മുകളിൽ 8421 എന്ന് എഴുതുക. ഏതൊക്കെയാണോ പങ്കെടുക്കുന്നതിൻ്റെ ഒക്കെ താഴെ 1 എന്നുണ്ടാവും, പങ്കെടുക്കാത്തതിൻ്റെ താഴെ 0. അപ്പോൾ ഇവിടെ 8421 കോഡ് എന്ന് എഴുതിയാൽ ഈ 4 1ൻ്റെ മുകളിൽ 8421 എന്ന് എഴുതിയാൽ 8 4 2 1 താഴെ 1 ഉണ്ട്. അതിൻ്റെ അർത്ഥം 8 4 2 1 ചേർന്ന നമ്പർ, അതായത് 8 4 12 14 1 15. 15നെ ഹെക്സാഡെസിമലിലേക്ക് മാറ്റുമ്പോൾ 15ന് തുല്യമായിട്ടുള്ള സിമ്പൽ ഹെക്സാഡെസിമൽ ഡിജിറ്റ് പേപ്പർ. അതുപോലെ ഈ 4 അക്ക ബൈനറി നമ്പറിന് സെക്കൻഡ് ഗ്രൂപ്പിൻ്റെ ബൈനറി ഡിജിറ്റ് കണ്ടുപിടിക്കാൻ, ഹെക്സാഡെസിമൽ ഡിജിറ്റ് കണ്ടുപിടിക്കാൻ ഇത് 8421 കോഡ് ഉപയോഗിക്കാം. അപ്പോൾ 8 ഇല്ല, 4 ഇല്ല, 2 ഉണ്ട്, 1 ഇല്ല. അപ്പോൾ 2 മാത്രം. 2 ആണ് ഈ തന്നിരിക്കുന്ന 4 അക്ക ബൈനറി നമ്പർ തുല്യമായിട്ടുള്ള ഹെക്സാഡെസിമൽ ഡിജിറ്റ്. പിന്നെ അതുപോലെ ഈ അവസാനത്തെ ഗ്രൂപ്പ്, ഇടത്തെ അറ്റത്തുള്ള 4 അക്ക ബൈനറി ഗ്രൂപ്പ് 4 ബിറ്റ് ബൈനറി ഗ്രൂപ്പ് 8421 കോഡ് എഴുതുക. ഓരോ ബിറ്റിന് മുകളിൽ 8421. ഇതിൽ 8ന് താഴെ 0, അപ്പോൾ 8 പങ്കെടുക്കുന്നില്ല. 4ന് താഴെ 0, 4 പങ്കെടുക്കുന്നില്ല. 2ന് താഴെ 0, 2 പങ്കെടുക്കുന്നില്ല. 8 4 2 ഇല്ല, 1 മാത്രം, അതായത് 1 എന്ന ഹെക്സാഡെസിമൽ ഡിജിറ്റ്. ഇപ്പോൾ 3 4 അക്ക ബൈനറി നമ്പറുകൾക്കും തുല്യമായിട്ടുള്ള ഹെക്സാഡെസിമൽ ഡിജിറ്റ് അതിന് താഴെ എഴുതി. ഇനി ആ ഹെക്സാഡെസിമൽ ഡിജിറ്റുകളെല്ലാം ചേർത്ത് വയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഒക്ടാൽ നമ്പറിന് തുല്യമായിട്ടുള്ള മൊത്തം ആൻസർ ഹെക്സാഡെസിമൽ നമ്പർ കിട്ടും. ഇനി ഹെക്സാഡെസിമൽ ടു ഒക്ടാൽ കൺവേർഷൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ല. ബേസ് 16 നിന്ന് ബേസ് 8ലേക്കുള്ള കൺവേർഷനാണ്. അപ്പോൾ ഇവിടെയും നമ്മൾ തന്നിരിക്കുന്ന ഹെക്സാഡെസിമൽ നമ്പറിനെ ആദ്യം ബൈനറിയിലേക്ക് മാറ്റുക, പിന്നീട് ആ ബൈനറിയെ ഒക്ടാലിലേക്ക് മാറ്റുക. ബൈനറി ടു ഒക്ടാൽ കൺവേർഷൻ. അപ്പോൾ അവിടെ 2 കൺവേർഷൻ ചെയ്യണം. ആദ്യം ഹെക്സാഡെസിമൽ ടു ബൈനറി, പിന്നീട് ബൈനറി ടു ഒക്ടാൽ കൺവേർഷനാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത് A to D to the base 16. A to D എന്ന ഹെക്സാഡെസിമൽ നമ്പറിന് തുല്യമായിട്ടുള്ള ഒക്ടാൽ നമ്പർ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇൻറ്റു ഒക്ടാൽ ഇക്വലൻറ്റ്. അപ്പോൾ ആദ്യം A to D അതിലെ ഡിജിറ്റുകളൊക്കെ ഓരോ ഹെക്സാഡെസിമൽ ഡിജിറ്റുകളും വേർതിരിച്ചെഴുതുക, പിന്നെ ഒരു അകലം വെച്ച് എഴുതുക. അപ്പോൾ A to D ഇതാണ് തന്ന നമ്പർ, ഹെക്സാഡെസിമൽ നമ്പർ. ഇനി ഇതിലെ ഓരോ ഹെക്സാഡെസിമൽ ഡിജിറ്റിനും അക്കത്തിനും താഴെ അതിന് 8421 കോഡ് ഉപയോഗിച്ച് 8421 കോഡാണ് ഇതിൻ്റെയൊക്കെ ഒരു മെത്തേഡ്, ഒരു ബേസ് എന്ന് പറയുന്നത്. അപ്പോൾ 8421 കോഡ് ഉപയോഗിച്ച് ഓരോ ഹെക്സാഡെസിമൽ ഡിജിറ്റിനും തുല്യമായിട്ടുള്ള 4 അക്ക ബൈനറി നമ്പർ എഴുതുക. ഇവിടെ 8421 A എന്ന് പറഞ്ഞാൽ ഇവിടെ 4 അക്ക ബൈനറി കിട്ടാൻ A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A എന്ന ഹെക്സാഡെസിമൽ ഡിജിറ്റ് 10 എന്ന ഡെസിമൽ ഡിജിറ്റിന് തുല്യമാണ്. നമ്മുടെ നമ്പർ സിസ്റ്റത്തിലെ 10നെയാണ് ഇവിടെ A എന്ന് ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ പറയുന്നത്. A എന്ന് പറഞ്ഞാൽ 10 എന്ന് എഴുതിയാൽ 10ന് തുല്യമായിട്ടുള്ള ബൈനറി ആണ് ഇവിടെ എഴുതുന്നത്, 4 അക്ക ബൈനറി. A എന്ന് പറഞ്ഞാൽ 10ൻ്റെ 4 അക്ക ബൈനറി കിട്ടാൻ 8421 കോഡ് വെച്ച് 8 ഉണ്ട്, 8ഉം 2ഉം ആണ് 10. അപ്പോൾ 8ഉം 2ഉം പങ്കെടുക്കും, 4ഉം 1ഉം പങ്കെടുക്കുന്നില്ല. അപ്പോൾ 8ഉം 2ഉം 1010 എന്നുണ്ട്. അതുപോലെ ഇവിടെ 8421 കോഡ് വെച്ചാൽ 2 മാത്രമേ പങ്കെടുക്കുന്നുള്ളൂ. അപ്പോൾ 8ഉം 4ഉം 1ഉം ഇല്ല, ദാറ്റ് ഈസ് 2. ഇനി അടുത്തത് D. 8421 കോഡ് വെച്ച് D എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 13 ആണ്.
13 എന്ന നമ്മുടെ ഡെസിമൽ നമ്പർ സിസ്റ്റത്തിലെ നമ്പറിന് തുല്യമാണ്. അപ്പോൾ 13ൻ്റെ 8421 കോഡ് ഉപയോഗിച്ച് 13നെ ബൈനറിയിലേക്ക് മാറ്റുക. 13ൻ്റെ 4 ബൈനറി കിട്ടും. അപ്പോൾ 13 ഡി എന്ന് പറഞ്ഞാൽ 13ൻ്റെ 4 ബൈനറി എന്ന് പറഞ്ഞാൽ 8421. 8ഉം 4ഉം 1ഉം കൂട്ടിയാൽ 13 ആയി. 8ഉം 4ഉം 12 13. 2 ഇല്ല, 2 താഴെ 0. അപ്പോൾ അത് ഈ നമ്പറാണ് 84214 പ്രകാരം 1101. ഈ കിട്ടിയിരിക്കുന്ന ഓരോ 4 ബൈനറി ഗ്രൂപ്പുകളെയും ചേർത്ത് വയ്ക്കുക. ദാറ്റ് ഈസ് 1010 0010. ഇതാണ് ആ നമ്പർ. ഇനി ഈ ചെയ്യേണ്ടത് ഇപ്പോൾ ബൈനറി ആയി, ഒക്ടാൽ ടു ബൈനറി, ഹെക്സാഡെസിമൽ ടു ബൈനറി കൺവേർഷൻ ചെയ്തു. ഇനി ഇതിൽ നിന്ന് ഈ കിട്ടിയ ബൈനറി നമ്പറിൽ നിന്ന് ഒക്ടാലിലേക്ക് മാറ്റിയാൽ നമുക്ക് ഇതിൻ്റെ ഉത്തരം ലഭിക്കും. അപ്പോൾ ഇവിടെ ഇനി അടുത്തത് ഇപ്പോൾ നമ്മൾ ചെയ്ത് ഹെക്സാഡെസിമൽ ടു ബൈനറി കൺവേർഷൻ, ഈ ബൈനറി ടു ഒക്ടാൽ കൺവേർഷൻ. അങ്ങനെ ഹെക്സാഡെസിമലിനെ ആദ്യം ബൈനറി ആക്കി, പിന്നെ ആ ബൈനറി ഒക്ടാലാക്കുക. ഹെക്സാഡെസിമലിന് തുല്യമായിട്ടുള്ള ഒക്ടാൽ നമ്പർ കിട്ടി. ഒക്ടാൽ ടു ഹെക്സാഡെസിമൽ ചെയ്തതുപോലെ തന്നെ. അപ്പോൾ ഇനി ബൈനറി നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ, ഹെക്സാഡെസിമലിനെ ബൈനറി നമ്പറാക്കി മാറ്റിക്കഴിഞ്ഞാൽ ആ ബൈനറീനെ ഒക്ടാലിലേക്ക് മാറ്റണം. ബൈനറി ടു ഒക്ടാൽ കൺവേർഷൻ ചെയ്യുന്നതിന് നിങ്ങൾ ചെയ്യേണ്ടത് വലത്ത് ഭാഗത്ത് തുടങ്ങി, അതായത് LSBയിൽ തുടങ്ങി ഇടത്തോട്ട് MSBയിലേക്ക് എന്ന ക്രമത്തിൽ, വലത്തുനിന്ന് ഇടത്തോട്ട് എന്ന ക്രമത്തിൽ 3 ബിറ്റുകളുടെ ഗ്രൂപ്പാക്കി തിരിക്കുക. തന്നിരിക്കുന്ന ബൈനറി നമ്പറിനെ 3 ബിറ്റുകളുടെ ഗ്രൂപ്പാക്കി തിരിക്കുക. അപ്പോൾ 1 2 3 ഇവിടെ വരാം. 101 ഒന്നാമത്തെ ഗ്രൂപ്പ്, വലത്തുനിന്ന് ഇടത്തോട്ട് ഒന്നാമത്തെ ഗ്രൂപ്പ്. അടുത്തത് 101 വീണ്ടും വലത്തുനിന്ന് ഇടത്തോട്ട് രണ്ടാമത്തെ ഗ്രൂപ്പ്. അടുത്ത് 000 3 ബിറ്റിൻ്റെ ആയി കഴിഞ്ഞാൽ അടുത്ത ഗ്രൂപ്പ്, വലത്തുനിന്ന് ഇടത്തോട്ട് മൂന്നാമത്തെ ഗ്രൂപ്പ്. അടുത്ത് 101 വലത്തുനിന്ന് ഇടത്തോട്ട് അവസാനത്തെ ഗ്രൂപ്പ്, ഇടത്തേറ്റത്തെ ഗ്രൂപ്പ്. ദാറ്റ് ഈസ് 101 എന്ന് പറഞ്ഞാൽ അതിന് തുല്യമായിട്ടുള്ള 4 ഹെക്സാഡെസിമൽ ഡിജിറ്റ് കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ വീണ്ടും 4 to 1 കോഡ് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ബൈനറി ടു ഒക്ടാൽ കൺവേർഷൻ നമ്മൾ 2⁴ = 3 = 8. ബൈനറിയുടെ ബേസ് 2, ഒക്ടാലിൻ്റെ ബേസ് 8. അപ്പോൾ ആ ഒരു മെത്തേഡ് ഉപയോഗിച്ച് 4 to 1 കോഡ് ഉപയോഗിച്ച് ഈ ഓരോ 3 ബൈനറി നമ്പറിന് തുല്യമായിട്ടുള്ള ഒക്ടാൽ ഡിജിറ്റ് അതിന് താഴെ എഴുതാം. ഇവിടെ 4 to 1 എന്ന് എഴുതി കഴിഞ്ഞാൽ 4ഉം 1ഉം പങ്കെടുക്കും. ദാറ്റ് ഈസ് 5. ഇവിടെയും 4ഉം 1ഉം ഉണ്ട്, 2 ഇല്ല. 4 + 1 5. ഇവിടെ 4ഉം ഇല്ല, 2 ഇല്ല, 1ഉം ഇല്ല, അപ്പോൾ 0. അടുത്തത് 101 4ഉം 1ഉം ആണ്. അപ്പോൾ 5055 to the base 8 ആണ് A to D എന്ന ഹെക്സാഡെസിമൽ നമ്പർ തുല്യമായിട്ടുള്ള ഒക്ടാൽ നമ്പർ. ഇത്രയുമാണ് നമ്പർ സിസ്റ്റത്തിൽ. ഇനി ഇവിടെ താഴെ ഒരു ടേബിൾ കൊടുത്തിരിക്കുന്നു നോക്കുക. ഇതുവരെ നമ്മൾ പറഞ്ഞ നമ്പർ കൺവേർഷനുകളൊക്കെ തന്നെ, നമ്പർ മാറ്റങ്ങൾ, നമ്പർ സിസ്റ്റങ്ങളിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള മാറ്റങ്ങളൊക്കെ തന്നെ വളരെ ചുരുക്കി ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതൊന്ന് വായിച്ച് നോക്കുക. ബാക്കി അടുത്ത ക്ലാസ്സിൽ പറയാം.